പ്രിയമുള്ള കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ സന്തോഷം നൽകുന്ന അറിയിപ്പാണ്. ഓണം എത്തുകയാണ്. ഓണം എത്തുന്നു. 60 വയസ്സ് കഴിഞ്ഞവർക്ക് 1000 രൂപ വീതമുള്ള ഓണസഹായം കൂടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൂടാതെ ക്ഷേമ പെൻഷൻ്റെ വിതരണ അറിയിപ്പ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. പ്രത്യേകിച്ച് പുതിയതായിട്ടാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്താൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ ഫേസ്ബുക്ക് പേജ് വഴി വീഡിയോ കാണുന്ന ആളുകൾ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് നോക്കാം. നമ്മുടെ സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് പലതരത്തിലുള്ള സാധനങ്ങളുടെ പ്രഖ്യാപനങ്ങളുണ്ട്. അല്ലെങ്കിൽ ആ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നത്. പ്രത്യേകിച്ച് തൊഴിലുറപ്പുകാർക്ക് 1000 രൂപ, ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക, അതുപോലെ മറ്റ് അനേകം ആനുകൂല്യങ്ങൾ. ഇപ്പോൾ നമുക്കറിയാം ക്ഷേമ പെൻഷൻ തുക 2 മാസ തുകയായിരിക്കും വിതരണം ചെയ്യുക എന്ന് ഏകദേശം ഉറപ്പായതാണ്. അത് കുടിശ്ശിക ഉള്ളതുകൊണ്ട് തന്നെ കുടിശ്ശിക തുക പൂർണ്ണമായിട്ട് വിതരണം ചെയ്യുവാൻ സംസ്ഥാന സർക്കാർ പ്രത്യേകം ശ്രദ്ധിക്കും. 3 മാസത്തെ തുക വരെ ലഭിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഈ 2 മാസത്തെ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഈ മാസത്തെയും അതുപോലെ തന്നെ കുടിശ്ശിക ഇനത്തിലുള്ള ഒരു ഗഡു കൂടി. അങ്ങനെ വരുമ്പോൾ 3200 രൂപ തന്നെ ഓരോരുത്തരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇത് കൂടാതെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഓണത്തിന് തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം തൊഴിലുറപ്പിലെ അംഗങ്ങൾക്കൊക്കെ 100 പണിയൊക്കെ പൂർത്തിയാക്കിയ ആളുകൾക്ക് 1000 രൂപ സാധാരണ രീതിയിൽ പ്രഖ്യാപിക്കാറുള്ളതാണ്. ഇത് കൂടാതെയാണ് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള പട്ടികവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് 1000 രൂപയുടെ സാമ്പത്തിക സഹായം കൂടി ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം ഏകദേശം 55,000-ന് മുകളിൽ ആളുകൾക്ക് ഇതിൻ്റെ ആനുകൂല്യം നേരിട്ട് ലഭിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇതിനുവേണ്ടി ഏകദേശം 5.6 കോടി രൂപയ്ക്ക് മുകളിൽ സംസ്ഥാന സർക്കാർ വകയിരുത്തി എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എല്ലാ ആനുകൂല്യങ്ങളും പ്രധാനമായിട്ട് ഓണം സമയത്ത് കൂടുതലായിട്ട് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് ക്ഷേമ പെൻഷൻ്റെ മസ്റ്ററിങ് 3 ദിവസം കൂടി മാത്രമേ ഉള്ളൂ. പെൻഷൻ മസ്റ്ററിങ് ചെയ്ത ആളുകൾ പോലും ശ്രദ്ധിച്ചില്ലെങ്കിൽ പെൻഷൻ തുക തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. നിങ്ങൾ സേവനയുടെ വെബ്സൈറ്റിൽ കയറി പരിശോധിക്കണം. ഈ മസ്റ്ററിങ് പൂർണ്ണമായിട്ടും വിജയിച്ചോ അല്ലെങ്കിൽ പരാജയപ്പെട്ടോ എന്നുള്ളൊരു കാര്യം നിങ്ങളിത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് ഈ ഒരു പെൻഷൻ താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്യുന്ന രീതിയിലേക്ക്, അതായത് താൽക്കാലികമായിട്ടെങ്കിലും കിട്ടാത്ത രീതിയിലേക്ക് എത്തും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യങ്ങൾ പൂർത്തീകരിക്കുക. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. 2 മാസത്തെ ഗഡുവാണ് വരാൻ പോകുന്നത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇപ്പോൾ 21-ാം തീയതിയായി 2-3 ദിവസങ്ങളിൽ തന്നെ ഈ ഒരു തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച ആദ്യത്തോട് തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന രീതിയിലേക്ക് നടപടിക്രമങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുവാൻ വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും